Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about planned location. Planned location refers to the choice of the region where men, material, money, machinery and equipment are brought together for setting up a business or factory. അപ്പോൾ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു പ്ലാന്റ് എന്ന് പഠിച്ചായിരുന്നു. നമ്മുടെ മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ബിൽഡിങ്ങും എല്ലാം നിൽക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് സൈറ്റിനെയാണ് നമ്മൾ ആ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആ ഒരു ഏരിയനെ നമ്മൾ പ്ലാന്റ് എന്ന് പറയുക. അപ്പോൾ ഈ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യുന്ന ആ റീജിയൻ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ നമ്മുടെ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുക. നമ്മുടെ മെറ്റീരിയൽ, മണി, മെഷീനറി, എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ഫാക്ടറി സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റീജിയനെയാണ് നമ്മൾ പ്ലാൻഡ് ലൊക്കേഷൻ എന്ന് പറയുക. ഐഡൻറ്റിഫൈയിങ് ആൻ ഐഡിയൽ ലൊക്കേഷൻ ഇസ് വെരി ക്രൂഷ്യൽ. ഇറ്റ് ഷുഡ് ഓൾവേസ് മാക്സിമൈസ് ദ നെറ്റ് അഡ്വാൻറ്റേജ്, മസ്റ്റ് മിനിമൈസ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കൃത്യമായിട്ട് ഒരു പ്ലാന്റ് ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളത് ഒരു എളുപ്പമായ ജോലിയല്ല. കാരണം ഒരു പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ഒരുപാട് ആ ലൊക്കേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ അഡ്വാൻറ്റേജ് ഉള്ളൊരു സ്ഥലമായിരിക്കുകയും വേണം. അറ്റ് ദ സെയിം ടൈം മസ്റ്റ് മിനിമൈസ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതും ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതുമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൊക്കേഷനുമായിരിക്കണം. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ വൈസ് അഡ്വാൻറ്റേജ് ഉണ്ടാകുകയും വേണം, നമ്മുടെ കോസ്റ്റ് കുറയുകയും വേണം. അത്തരത്തിലുള്ളൊരു പ്ലാൻ ലൊക്കേഷൻ വേണം നമ്മുടെ ബിസിനസ്സിന് വേണ്ടി എപ്പോഴും സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഡിസിഷൻ ഓൺ എ പ്ലാൻ ലൊക്കേഷൻ ഇസ് നോട്ട് എ ഈസി ജോബ്. Plan location decision are very important because once the plant is located at a particular site, then the organization has to face the pros and cons of that initial decision. ഒരു പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെഷീനറി, ബിൽഡിംഗ് ഇതെല്ലാം ഒരു സ്ഥലത്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, വൺസ് ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് നഷ്ടമാണെങ്കിലും നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. കാരണം പിന്നീട് ആ ലൊക്കേഷൻ അവിടെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമല്ല. അതുകൊണ്ട് പ്ലാൻ ലൊക്കേഷൻ തീരുമാനിക്കുക എന്നുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വൺസ് ദ ഡിസിഷൻ ഇസ് മെയ്ഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. നമ്മൾ പിന്നീട് ആ ഡിസിഷനുമായിട്ട് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്ലാൻ ലൊക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ decision in production management. As we have said, the decision regarding selection of plant location is not an easy job. There are several factors that we consider while taking that decision. Decision regarding selecting a location need a balance of several factors. These are divided into primary factor and secondary factor. Here, both the factors can influence the business in the long run. First, let us look into primary factors. The initial and the most important primary factor while selecting a plant location is availability of raw material. Usually, manufacturing units where there is the conversion of raw material into finished goods is the main task. Then such organization should be located in a place where the raw material available is maximum and cheap. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഒരു റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് അതിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫാക്ടറാണ് റോ മെറ്റീരിയൽ. കാരണം നമുക്ക് ആ മാനുഫാക്ചറിങ് ആവശ്യമായുള്ള റോ മെറ്റീരിയലിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് മാക്സിമം അവൈലബിലിറ്റി ഉള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ആ പ്ലാന്റ് ലൊക്കേഷൻ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ് ലൊക്കേഷൻ ഒരു മാനുഫാക്ചറിങ് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് raw material. The second important factor is nearness to the market. Nearness of market for the finished goods not only reduce the transportation cost but it can render quick services to the customers. അപ്പോൾ ഒരു രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റുമായിട്ട് നമ്മൾ റിലേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി നിയർ ടു ദ മാർക്കറ്റ്. ബിക്കോസ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കും എന്നുള്ളത് മാത്രമല്ല അഡ്വാൻറ്റേജ്, പെട്ടെന്ന് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വോൺസും മനസ്സിലാക്കാനും അവരെ സെർവ് ചെയ്യാനും എല്ലാം നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ് ലൊക്കേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ
it should be near to the market. The concerned marketനെ അടുത്തായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ കസ്റ്റമറിനെ കൂടുതൽ നല്ല എഫക്റ്റീവായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. Another important factor is availability of water. Depending on the nature of the plant, firms should give importance to the location where water is available. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അഗ്രികൾച്ചർ പ്ലാന്റ് ആണെന്ന് ഉദ്ദേശിക്കുക, അതായത് വെള്ളം കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ വാട്ടർ യൂസേജ് കൂടുതലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ പ്ലാന്റിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് നമ്മൾ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയാണ്. അതായത് ഏതെങ്കിലും പുഴയുടെ വാട്ടർ ബോഡിയുടെ അടുത്തായിരിക്കണം നമ്മൾ പ്ലാൻ ലൊക്കേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ പല ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പ്രൈമറി ഫാക്ടേഴ്സിൻ്റെ ആദ്യത്തെ 3 ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്: അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, നിയർനെസ് ടു ദ മാർക്കറ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. Other primary factors while taking a decision on the plan location are availability of labor. The combination of the adequate number of labor with suitable skills and reasonable labor wages can highly benefit the firm. However, labor-intensive firm should select the plan location which is nearer to the source of manpower. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്, ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിക്സ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവർ അല്ലെങ്കിൽ സ്കിൽ അവൈലബിൾ ഉള്ള ഏരിയയിലായിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. കൂടുതലായിട്ട് നമ്മൾ തമിഴ്നാട് ഏരിയയിലാണ് കൂടുതലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഈ നെയ്ത്തുകാരൊക്കെ ഉള്ള ഗ്രാമം എന്ന് പറയുന്ന രീതിയിലേക്ക് തമിഴ്നാട് ഏരിയയിലാണ് കൂടുതൽ സ്കിൽഡ് ലേബേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം തമിഴ്നാട് ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ലേബർ, സ്കിൽഡ് ലേബർ അറ്റ് റീസണബിൾ ലേബർ വേജസ്, നമുക്ക് ഒരുപാട് വേജസ് കൊടുക്കേണ്ടി വരരുത്. ചില ഏരിയയിൽ ഹൈ വേജസ് ആയിരിക്കും, അതും കൂടെ കൺസിഡർ ചെയ്യണം. വേജസും കൂടെ കൺസിഡർ ചെയ്ത് സ്കിൽഡ് ലേബേഴ്സ് പ്ലസ് റീസണബിൾ ലേബർ വേജസ് ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം പ്ലാന്റ് ലൊക്കേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. Another factor is transport facilities. Depending on the size of finished goods or raw material, a suitable transportation is necessary, such as road, water, rail and air. Here the transportation cost highly increases the cost of production. Such organization cannot compete with the rival firms. Here the point considered is transportation cost must be kept low. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉള്ള ഏരിയ ആയിരിക്കണം നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ. നമ്മൾ മറ്റ് ഫാക്ടേഴ്സ്, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, ലേബറിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയയിലാണ് നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേപോലെ വരുന്ന ഫെസിലിറ്റി ആയിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള തക്കതായ മീഡിയം ഇല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഇൻക്രീസ് വരികയും ചെയ്യും. നമ്മുടെ റൈവൽസ് അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നും വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് പ്രൈമറി ഫാക്ടർ ഇസ് അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ ആൻഡ് പവർ. The unavailability of fuel and power is the major drawback in selecting a location for firms. Fuel and power are necessary for almost all the manufacturing units. So, locating firms near to the coal beds and power industries can highly reduce the wastage of efforts, money and time due to the unavailability of fuel and power. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ ആൻഡ് പവർ. നമ്മൾ തമിഴ്നാട് ഏരിയയിലേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും വരുന്നൊരു ഇഷ്യൂ ആണ്. നമ്മൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള പവർ, ഇലക്ട്രിസിറ്റി പവർ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഫംഗ്ഷൻ ചെയ്യാനുള്ള പവർ, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുള്ള ഫ്യൂവൽ അവൈലബിലിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. പക്ഷേ അത് നമ്മുടെ പ്രൊഡക്ഷനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും, മറ്റു കാര്യങ്ങൾക്ക് വേസ്റ്റേജ് ഓഫ് എഫക്ട്സ് വരും, മണി, ടൈം, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ ആൻഡ് പവർ ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ് വൈൽ fixing a decision on the planned location. So these are the primary factors affecting the selection of a planned location. After considering the primary factors, we look into the secondary factors that influence the selection of a planned location. At first, suitability of climate. Climate is really an influencing factor for industries such as agriculture, leather and textile. For such industries, extremely humid or dry conditions are not suitable for planned location.
climate can affect the labor efficiency and productivity. Secondary factors like വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. നമ്മുടെ ബിസിനസ് ഏത് തരത്തിൽ അഗ്രികൾച്ചർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്ലൈമറ്റിനാണ്. കാരണം ക്ലൈമറ്റ് നമ്മുടെ പ്രൊഡക്ഷനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ ഒരു ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. നമ്മളൊരു ലേബറിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വരെ എഫക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഹൈ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ, ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ള ഒരു ഏരിയയിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലേബറിന് അദ്ദേഹത്തിൻ്റെ ഫുൾ പ്രൊഡക്ടിവിറ്റിയും കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വൈൽ കൺസിഡറിങ് എ പ്ലാന്റ് ലൊക്കേഷൻ. ഗവൺമെൻറ് പോളിസീസ്. While selecting a location for the plant, it is very important to know the local existing government policies such as licensing policies, institutional finance, government subsidies, government benefits associated with establishing a unit in the urban or rural areas. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെതായിട്ട് ഒരുപാട് പോളിസീസ്, സബ്സിഡീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ. റൂറൽ ഏരിയാസിൽ നമ്മുടെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ സബ്സിഡീസ് കിട്ടാറുണ്ട്, കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പ്ലാൻ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്. ഇൻ ദ കേസ് ഓഫ് ഡിസിഷൻ റിഗാർഡിംഗ് പ്ലാന്റ് ലൊക്കേഷൻ, it is a secondary important factor because financial needs can be fulfilled easily if the firm is running smoothly, but it should be located near the area to get the working capital and other financial needs. അപ്പോൾ ഫിനാൻഷ്യൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്ലാൻ ലൊക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡറി ഫാക്ടർ ആണെങ്കിൽ പോലും ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിനായിട്ട് കൃത്യമായിട്ടുള്ള പെട്ടെന്ന് അവൈലബിൾ ഒരു ഫിനാൻസിങ് സോഴ്സസ്, പെട്ടെന്ന് അടുത്ത ഫിനാൻഷ്യൽ സോഴ്സസ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലിക്വിഡ് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യൽ സോഴ്സ് ഉള്ളത് എപ്പോഴും ആ ബിസിനസ്സിന് ബെനിഫിഷ്യൽ ആയിരിക്കും. Another factor, competition between states. In order to attract the investment and large-scale industries, various states offer subsidies, benefits, and sale tax exemption to the new units. However, the incentive may not be big, but it can help the firm during its startup stage. അപ്പോൾ ചില സ്റ്റേറ്റുകൾ അവരുടെ സ്റ്റേറ്റിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് കൂടുതൽ ടാക്സ് ബെനിഫിറ്റ്സും സബ്സിഡീസും മറ്റ് ബെനിഫിറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബിസിനസ്സിന് ഒരു പ്ലാൻ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫാക്ടർ ആയിരിക്കും. നെക്സ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ്. Availability of basic facilities such as school, hospital, housing and recreation club, etc. can motivate the workers to stick to the job. On the other hand, these facilities must be provided by the organization. But here, most of the employees give preference to work in the location where all these benefits facilities are available outside also. അപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നീഡ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് തൊട്ടടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും മാറി വേറൊരു ഏരിയയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വർക്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫാമിലിക്ക് ചുറ്റുപാടിലും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഹോസ്പിറ്റൽ, സ്കൂൾ, മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ ജോലിയിൽ അത്രത്തോളം അദ്ദേഹം ഫുൾ എഫിഷ്യൻ്റ് ആവുകയും ചെയ്യും, അത്രത്തോളം ഹാപ്പിയുമായിരിക്കും. അപ്പോൾ ഒരു പ്ലാൻ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. Disposal of waste is a major problem, particularly for industries such as chemical, sugar and leather. So that the selected plant location should have provision for disposal of waste. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻസ് നിലവിലെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. കാരണം നമുക്കിപ്പോൾ ഏതൊരു പ്രോജക്റ്റിൻ്റെയും അപ്രൂവൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാൻ ലൊക്കേഷൻ ആണെങ്കിൽ പോലും അതിന് ഗവൺമെൻറ് അപ്രൂവൽ വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് നമ്മൾ കാണിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ പ്ലാൻ ലൊക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ പ്ലാന്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലാന്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഭാവിയിൽ അത് ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് ദറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ റിഗാർഡിംഗ് ദ സെലക്ഷൻ ഓഫ് എ പ്ലാന്റ് ലൊക്കേഷൻ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് ലൊക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റും മെഷീനറീസും മെന്നും മെറ്റീരിയൽ അങ്ങനത്തെ റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്ന ആ ലൊക്കേഷനെയാണ് നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുക. ഈ പ്ലാന്റ് ലൊക്കേഷൻ തീരുമാനിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന പലവിധ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മറ്റു കാര്യമായിട്ട് പഠിച്ചത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.